എൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗം വരെ മുങ്ങിയിട്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത്. നല്ലൊരു റോഡായിരുന്നു. ഒരു 10-15 ദിവസത്തിനകം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളക്കെട്ടിൽ വലഞ്ഞ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ ലെമൺ വാലി ലൂർദ് മാതാ പ്രദേശത്തെ ജനങ്ങൾ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയടച്ച് മങ്കട MLAയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. അങ്ങാടിപ്പുറം പഞ്ചായത്ത് 13-ാം വാർഡിലെ ലെമൺ വാലി ലൂർദ് മാതാ സദ്ഗ്രാമത്തിലേക്ക് പോകുന്ന പൊതുവഴിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ട് പ്രദേശവാസികൾക്ക് ഏറെ ദുരിതമായി തീർന്നിരിക്കുന്നത്. 3 വർഷത്തോളമായി മഴക്കാലമെത്തിയാൽ ലൂർദ് മാതാ സദ്ഗ്രാമത്തിലേക്കും മറ്റും പോകുന്നവർക്ക് ഈ വെള്ളക്കെട്ടിനെ അതിജീവിച്ചു വേണം അപ്പുറം കടക്കാൻ. അൽഷിഫ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നതും സമീപത്താണ്. കോളേജിലെ വിദ്യാർത്ഥികളുടെയും മറ്റ് രോഗികളുടെയും എല്ലാം സഞ്ചാരത്തിന് വെള്ളക്കെട്ട് ഒരു പ്രതിസന്ധി തന്നെയാണ്. മങ്കട MLA മഞ്ഞളാംകുഴി അലിയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങള് ഈ ബേക്കിൽ കാണുന്ന ഈ വെള്ളക്കെട്ടിന് വേണ്ടിയിട്ട് ഞങ്ങള് 2 വർഷം മുമ്പ്, അതായത് 3 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു, 3ാമത്തെ വർഷക്കാലം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് ഒരു തീരുമാനം ഉണ്ടായിട്ട് പഞ്ചായത്ത് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അതവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ട് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇപ്പോഴും ഇത് തന്നെ സ്ഥിതി. ഇവിടുന്ന് LP സ്കൂളിലോട്ട് കുട്ടികൾക്ക് പോകണം, മണ്ടോടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ. പിന്നെ ശാരീരിക സുഖം ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇതിലെ കടന്നു പോകണം. ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അരയ്ക്ക ഒപ്പം വെള്ളം എത്തും. ആ സ്ഥിതിയാണ്. ഇത് ആരും പഞ്ചായത്തും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ സബ് കളക്ടർ വരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ദുരവസ്ഥ നീണ്ടു പോവുകയാണ്. വെള്ളം ഒഴിഞ്ഞു പോകുന്ന വഴി അടച്ച് കെട്ടിടം നിർമ്മിച്ചതാണ് ലൂർദ് മാതാ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ അദാലത്തിലും ഗ്രാമസഭയിലും സബ് കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ഒരു പരിഹാരവുമായില്ലെന്ന് വാർഡ് മെമ്പർ P. രത്നകുമാരി പറയുന്നു. പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ വെള്ളക്കെട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സ്വീകരിച്ചില്ലെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ഇതിപ്പോൾ 3 വർഷമായിട്ടുള്ള പരാതിയാണ് ഇവിടെ. അത് അന്ന് മുതലേ ഞാനും തന്നെ ഇവരെ കൂടെ പഞ്ചായത്തിൽ വന്നിട്ട് പറയലുണ്ട്. അതേപോലെ സെക്രട്ടറിനോടും പ്രസിഡന്റിനോടും ഒക്കെ പറയലുണ്ട്. ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ നമുക്ക് ശരിയാക്കാം. പിന്നെയാണ് ഇത് അറിഞ്ഞത്. ഞാൻ ഇങ്ങനെ ഇത് MLAയുടെ സഹോദരൻ്റെ സ്ഥലമാണെന്നൊക്കെ അറിഞ്ഞു. എന്നാൽ അവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവരോട് നമുക്ക് നേരിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ശരിയാക്കാമെന്ന് എന്നോട് വൈസ് പ്രസിഡന്റും പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു തവണ ഇതേപോലെ എന്തായി ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വൈസ് പ്രസിഡന്റ് MLAയുടെ PAയുടെ നമ്പർ ഞങ്ങൾക്ക് തന്നെ തരാം, നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ, എന്നാൽ വേഗം കാര്യം ശരിയാവും പറഞ്ഞു. പക്ഷേ ഞാൻ 2 തവണ വിളിച്ചിട്ടും ശരിയായ മറുപടിയല്ല എനിക്ക് കിട്ടി. ആദ്യം വിളിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പറാണ് ലൂർദ് മാതാ കോളനി എന്ന് പറഞ്ഞപ്പോഴേക്ക് അയ്യോ ഒരു കുറച്ച് തിരക്കിലാണ് കേട്ടോ, ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ആ ശരി ഓക്കെ ഇങ്ങോട്ട് വിളിക്കുമല്ലോ എന്നുള്ള ഇതിൽ പിന്നെ 2 ദിവസം കാത്തു, പക്ഷേ വിളിച്ചില്ല. പിന്നെ 2ാമതും വിളിച്ചപ്പോഴും എൻ്റെ ശബ്ദം കേട്ടതും നമ്പർ കണ്ടോടനെ ആൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചാൽ എടുത്തിട്ടുമില്ല. ഞാൻ പിന്നീടും പറഞ്ഞു. പിന്നെ ഇതേപോലെ ബോർഡിൽ ഇതിൻ്റെ ഈ അജണ്ടനായിട്ട് ബോർഡിൽ വന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഏതായാലും അദാലത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു തീരുമാനം വരട്ടെ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന്. അന്ന് അജയ് സാറുള്ള സമയത്താണ് അത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി 2ാമതും മാറി. ഇപ്പോഴും ഇതുവരെ ഇതിനൊരു പരിഹാരമായിട്ടില്ല. കഴിഞ്ഞ ഗ്രാമസഭയിലും കൂടി ഇവർ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇതേപോലെ കുറേ നല്ല ആഴത്തിലും കുറച്ച് ഇതായിരുന്നു. എന്നിട്ട് അത് വാർഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി പറഞ്ഞു നമ്മളെ പണി കോൺക്രീറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് ആലോചിക്കാമെന്ന്, അടുത്തതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ ഇതുവരെയും അതിനൊരു പരിഹാരം ആയിട്ടില്ല. 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ലൂർദ് മാതാ സദ്ഗ്രാമത്തിലെ രോഗികൾക്കും വെള്ളക്കെട്ട് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾ വരാൻ മടിക്കുന്നതും രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നു. ഇവിടെ ഞാനൊരു രോഗിയാണ്. അതുപോലെ ഇവിടെ കോളേജ് ഉണ്ടായിരുന്നു, അല്ല ആൽഷിഫയുടെ കോളേജിൻ്റെ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു.
ഇത് ഇപ്പം ഈ കാണുന്ന വെള്ളംമാരിക്കല്ല, കുറച്ചും കൂടി വെള്ളം വന്നാൽ എൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗം വരെ മുങ്ങിയിട്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത്. നല്ലൊരു റോഡായിരുന്നു 3-4 വർഷം മുമ്പ്. ഈ കെട്ടിടം വന്നതിന് ശേഷം ഈ അടിയിൽ കിടക്കുന്ന ഓട്ട അത് അടച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട് അപ്പുറത്ത് കൂടി പോകുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തി ഈ സൈഡിൽ കൂടെ ആക്കിയിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റിയപ്പോഴാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഒരുപാട് രോഗികളും ഇവിടൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു വാഹനം വിളിച്ചാൽ ഈ വഴിയിൽ വരാൻ അവർ വരുന്നില്ല. പൈസ കൊടുത്ത് ഓട്ടോറിക്ഷ തലയിൽ ഏറ്റി കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഓട്ടോറിക്ഷ നമ്മളെ കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ എനിക്ക് നടക്കാനും കൂടി പറ്റാത്ത നിലയിലാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. പ്രദേശത്തെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KT നാരായണൻ, മെമ്പർ അനിൽ പുലിമ്ര, മുൻ മെമ്പർ U രവി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. LDF മെമ്പറുടെ വാർഡിലാണ് പ്രശ്നം പരിഹരിക്കാതെ കിടക്കുന്നത്. MLAയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താത്തതെന്നും പ്രതിപക്ഷ നേതാവ് KT നാരായണൻ ആരോപിച്ചു. വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് പോലും, അതായത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 50-ലധികം വീട്ടുകാരും ഈ കോളേജിലെയും പിന്നെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ പോകുന്നൊരു വഴി 2-3 വർഷമായി ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെള്ളം പോയിരുന്ന വഴി തടസ്സപ്പെടുത്തി 3 ഹോളുകൾ ഉണ്ടായിരുന്നത് അത് അടച്ചിരിക്കുകയാണ്. അങ്ങനെ തടസ്സപ്പെടുത്തിയതിന് പിന്നിലൊരു എന്തെങ്കിലും ഒരു സ്വാധീനം ഇല്ലാതെ ഇങ്ങനെ ഇവർക്ക് നിരന്തരമായ പരാതികൾ ഉണ്ടായിട്ടും പഞ്ചായത്തിൽ പരാതി കൊടുത്തു. മന്ത്രിക്ക് നൽകിയ പരാതി JD അത് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. ഇതിൻ്റെ ഈ പരാതിക്കാരെ ഒന്ന് വിളിച്ച് കൺവീൻ ചെയ്യിക്കുന്നതിനോ ആർക്കെതിരാണോ പരാതി അദ്ദേഹത്തെ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങളിവിടെ കൂട്ടായിട്ടൊരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഈ വിഷയം ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കും. ഇപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നത് മങ്കട MLAയുടെ സഹോദരൻ്റെ ഫ്ലാറ്റാണിത്. അത്തരത്തിലൊരു കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാത്തതെന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് മനസ്സിലാക്കുകയാണ്. റോഡിന് സമീപത്തുള്ള ചാലിന്റെ ആഴം കൂട്ടി റോഡിലെ വെള്ളം അതുവഴി ഒഴുക്കിവിടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാകുമെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രദേശവാസികളെ വിളിച്ചു ചേർത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനപ്പുറത്തൊരു ചാലുണ്ട്. ആ ചാല് വൃത്തിയാക്കി അത് ആഴം കൂട്ടി ഇതിൽ നിന്ന് ഈ റോഡിലെ വെള്ളം അതിലേക്ക് കടക്കാനുള്ള മാർഗം ഒരു 10-15 ദിവസത്തിനകം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. പഞ്ചായത്ത് സെക്രട്ടറി എന്ത് സമ്മർദ്ദമുണ്ടായാലും ഈ സ്ഥലം സന്ദർശിച്ച് ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. വലിയ ക്യാപ്ഷനൊക്കെ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എല്ലാ ദിവസവും അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രചരണം നടത്താറുണ്ട്. അഴകുള്ള അങ്ങാടിപ്പുറം നിങ്ങളും നോക്കൂ ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നടക്കാൻ പോലും കഴിയാത്ത വിദ്യാർത്ഥികളെ ഇങ്ങനെയുള്ള ആളുകൾ നിരന്തരം ഇതുവഴി കടന്നു വരുമ്പോൾ എന്തഴകാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ജലജന്യ രോഗങ്ങളും അതുപോലെ തന്നെ മാറാരോഗങ്ങളൊക്കെ പിടിപെടാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സാഹചര്യമാണ്. ഈ മഴയത്തെ ആളുകൾക്ക് ഇതിലൂടെ നടന്നു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഇവിടെ സന്ദർശിക്കുന്നത്. അതേ അർത്ഥത്തിൽ അവരത് ഉൾക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം ഞങ്ങൾ വളരെ ഗൗരവമായി ഇന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ വിഷയം എഴുതി കൊടുക്കും. അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ലൂർദ് മാതാ പ്രദേശത്തുള്ള കോളനി ഭാഗത്തുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ ഞങ്ങൾ നിന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ അവരെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലൂർദ് മാതാ സദ്ഗ്രാമത്തിലേക്കുള്ള വഴിയിലെ വെള്ളക്കെട്ട് വിദ്യാർത്ഥികളെയും രോഗികളെയും എല്ലാം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഓരോ മഴക്കാലങ്ങളിലും വെള്ളക്കെട്ട് പ്രദേശവാസികൾക്ക് ഒരു തീരാ ദുരിതമായി മാറുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ശാശ്വതമായ പരിഹാര നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം അധികൃതർക്ക് മാത്രമാണ്. ചാനൽ ടൺ പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്.
ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.